ദേശാഭിമാനി വായിച്ചു. എനിക്ക് CPM-നോട് എനിക്ക് അന്ധമായ എതിർപ്പോ കാര്യങ്ങളോ CPM നേതാക്കന്മാരോ മന്ത്രിമാരോടോ ആരോടുമില്ല. ഇല്ലാത്തത് മനഃപൂർവ്വമാണ്. എനിക്ക് ആരോടും ദേഷ്യമില്ല. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ വിമർശിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ പ്രതിപക്ഷം ഇല്ലാത്തത് കൊണ്ടാണ്. ഒരു ഭരണപക്ഷം, ശക്തമായ ഒരു ഭരണപക്ഷം, നല്ല രീതിയിലൊരു ഭരണപക്ഷം വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ മറുഭാഗത്ത് അതിലും ശക്തമായ ഒരു പ്രതിപക്ഷം വേണം. നല്ലൊരു ശക്തമായ പ്രതിപക്ഷം ഉണ്ടെങ്കിൽ നല്ലൊരു ഭരണപക്ഷം ഉണ്ടാവും. അതായത് ഇവിടെ പിണറായി ഗവൺമെന്റിന്റെ കീഴിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജനദ്രോഹ പരിപാടി എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള നടപടികളോ അടിച്ചുമാറ്റലോ കോഴയോ ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിന്റെ കഴിവില്ലായ്മ എന്നെ പറയാൻ പറ്റൂ. അല്ലാതെ പ്രതിപക്ഷത്തിനെ സപ്പോർട്ട് ചെയ്യാനായി എനിക്ക് CPM-നെ കുറ്റം പറയാൻ എനിക്ക് പറ്റില്ല. ശിവൻകുട്ടി മന്ത്രിയെ സംബന്ധിച്ചുള്ള ഒരു വാർത്ത ദേശാഭിമാനി വായിച്ചത് എനിക്ക് ഒരു പ്രതീക്ഷ പകരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വാക്കുകൾ നടപ്പിലാകുമെങ്കിൽ, അതായത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ വിവിധ സോണുകളിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൽ കൃത്യമായ ഇടവേളകളിൽ യോഗം ചേർന്ന് പ്രദേശത്തെ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഇതാണ് കഴിഞ്ഞ കുറെ കാലമായി മേയറോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. അതിലൊരു വിഷയമാണ് മഴക്കാലം വരെ കാത്തു നിൽക്കുന്ന ഒരു വിഷയം, മരങ്ങൾ മുറിച്ചു മാറ്റാൻ. അതായത് അപകടകരമായ വിധത്തിൽ നിൽക്കുന്ന മരങ്ങൾ മഴ പെയ്ത് വീണ് വല്ല ലൈനും പൊട്ടി അല്ലെങ്കിൽ മൊത്തം നാശമാകുന്നവരെ കാത്തുക്കും. അതിനു മുമ്പ് ചെയ്യില്ല. ഏതുപോലെ എന്ന് വെച്ചാൽ കൃത്യമായിട്ടല്ല ഓരോന്നും ചെയ്യുന്നത്. നല്ല രീതിയിൽ ഒരു ടാർ ചെയ്യുന്നുണ്ടെന്ന് നോക്കി നിൽക്കും. ടാർ പണി പൂർത്തിയായിട്ട് പിറ്റേന്നാണ് എന്ന് വാട്ടർ അതോറിറ്റിക്കാർക്ക് കുഴിക്കുന്നത്. ഇതൊരു നാടകമാണ്. അതായത് പിന്നെ അതിന്റെ റിപ്പയർ എന്ന് പറഞ്ഞിട്ട് അടുത്ത പൈസ പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രാമയാണ്. അല്ലെങ്കിൽ അതിനു മുമ്പ് ആ റിപ്പയർ ഒക്കെ കഴിഞ്ഞിട്ട്, വാട്ടർ അതോറിറ്റിന്റെ റിപ്പയർ ഒക്കെ കഴിഞ്ഞിട്ട് ടാർ ചെയ്താൽ മതിയല്ലോ. അത് ചെയ്യില്ല. ഇത്തരത്തിലുള്ള ഉടായ്പകൾ നടത്താതെ കൃത്യമായി ഒരു പ്ലാനിങ്ങോടുകൂടി കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ശിവൻകുട്ടി പറഞ്ഞത്. വലിയ കാര്യമാണ്. എന്തിനാ നമ്മൾ എതിർക്കേണ്ട കാര്യം? ഉള്ളതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കണം, നടപ്പിലാക്കേണ്ട വിഷയമാണത്. അതുകൊണ്ട് ഈ മഴക്കാലത്ത് ഇത്തരത്തിൽ അപകടകരമായ വിധത്തിൽ നഗരത്തിൽ നിൽക്കുന്ന മരങ്ങളുണ്ട്, അത് അടിയന്തരമായി മുറിച്ചു മാറണം. നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. അത് ഈ വേനൽ മഴ തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ടതായിരുന്നു. രണ്ടാമത് ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ട കാര്യം അത് വെള്ളക്കെട്ടാണ്. ആ വെള്ളക്കെട്ടിൽ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ മേയർ അടിയന്തരമായി ചില നടപടികൾ എടുക്കണം. അതായത് മേയർ എന്നത് ഇപ്പോൾ ഒരു സമ്പൂർണ്ണ പരാജയമാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം. അവർ പരാജയം എന്ന് പറയാൻ കാരണം ആ വെള്ളക്കെട്ട് തന്നെ നിസ്സാരമായി ചിന്തിക്കാവുന്നതേ ഉള്ളൂ. NH-66 പുതിയ പണി നടക്കുന്നുണ്ട്. ആ റോഡിൽ ചിലയിടങ്ങളിൽ വെള്ളം കെട്ടി കിടക്കുന്നുമുണ്ട്. എന്താ കിടക്കാൻ കാരണം? അതിന്റെ ഓടയിലേക്കുള്ള ഹോൾസ് തുറക്കാത്തത് കൊണ്ട് വെള്ളം കെട്ടി കിടക്കുന്നതാണ്. ഹോൾസ് തുറന്നിട്ടുള്ള ഭാഗങ്ങളിൽ എവിടെയെങ്കിലും റോഡിൽ വെള്ളം കിടക്കുന്നത് കാണാൻ കഴിയും? ഇല്ല. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എടുത്തു കഴിഞ്ഞാൽ പണി തീർന്ന റീച്ചുകൾ എവിടെയും തന്നെ അത് കാണാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം എന്ന് പറയുന്ന ഇട്ടാവട്ടത്ത് അത്രയും ഭാഗത്ത് ആ നഗര പരിധിയിൽ എന്തുകൊണ്ടാണ് വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത്? ഒരു മഴ പെയ്താൽ സത്യത്തിൽ മേയറുടെ കഴിവുകേടാണത്. ആസൂത്രണത്തിലെ പിഴവാണ്. ആ പിഴവ് തീർക്കണമെന്നാണ് ശിവൻകുട്ടി പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അതിനെ അംഗീകരിക്കുന്നത്. ആ പിഴവ് എന്ന് പറയുന്നത് എവിടെയാണോ ഏറ്റവും ചരിഞ്ഞു നിൽക്കുന്ന ഏറ്റവും താഴ്ന്ന പ്രദേശം, എവിടെയാണോ ഏറ്റവും ഉയർന്ന പ്രദേശം, ഇത് രണ്ടും കണക്ക് കൂട്ടിയിട്ട് കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഈ വെള്ളം ഒഴുകി പോകാനുള്ള കൃത്യമായ ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചാൽ, അത് ആ രീതിയിൽ തന്നെ ചെയ്തു വെച്ചാൽ, ഈ ഹൈവേന്റെ സ്റ്റൈലിൽ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം ഉണ്ടാകുക? വെള്ളം ഒഴുകി പോയിക്കോളൂലേ? അതായത് നഗരത്തിൽ ഒരു വെള്ളക്കെട്ടും ഉണ്ടാവില്ല. വെള്ളം ഒഴുകി പോകാൻ കഴിയാത്തത് കൊണ്ടാണ് വെള്ളം പൊങ്ങുന്നത്. ഒഴുകി പോകാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അത് ഒഴുകി പോയിക്കോളും. അപ്പോൾ അതൊരു മഴക്കാലത്ത് വന്നിട്ട് ഒരു ദുരിതമായി, പിന്നീടൊരു തർക്കമായി വിതർക്കമായി കാത്തു നിൽക്കാതെ അത് കൃത്യമായ കാര്യങ്ങൾ നടപ്പിലാക്കണം. മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് ഒരു ഉത്തമ ബോധത്തോടെ ആണെങ്കിൽ, അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ മേയർ അടിയന്തരമായി ഈ വേനൽ മഴ കഴിഞ്ഞെങ്കിലും അതിന്റെ നടപടികൾ തുടങ്ങണം. ഇനിയൊരു മഴക്കാലം വരുമ്പോൾ തിരുവനന്തപുരത്ത് ഇതുപോലെ വെള്ളത്തിൽ ചാടി ജീവിക്കേണ്ട, നടന്നു പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകരുത്. അത് കഴിയാഞ്ഞിട്ടല്ല, ഒരു പ്ലാനിങ് ഇല്ല, കൃത്യമായ പ്ലാനിങ് ഇല്ല, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നില്ല. ആർക്കൊക്കെയോ കൊട്ടേഷൻ കൊടുക്കുന്നു, എന്തൊക്കെയോ കുറെ കാണിച്ചു വെക്കുന്നു. ആ കാണിച്ചു വെക്കുന്ന അനുസരിച്ചിട്ട് അവർ പണിയുന്നു, ബില്ലുമാർ കൊടുക്കുന്നു, പോകുന്നു. അതിന്റെ കമ്മീഷൻ വാങ്ങി ബാക്കിയുള്ളവർ, നഗരസഭയിലുള്ളവർ ബാക്കിയുള്ളവർ പുട്ടടിക്കുന്നു. ഇതാണ് നടക്കുന്നത്. ഇത് പോരാ. ഈ പ്രശ്നത്തിന് പരിഹാരമാണെന്നുണ്ടെങ്കിൽ കൃത്യമായ പ്ലാനിങ് വേണം. അത് എങ്ങനെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ശാസ്ത്രീയമായി പഠിച്ച് തന്നെ അത് നടപ്പിലാക്കണം. അതുകൊണ്ട് ശിവൻകുട്ടി മന്ത്രി പറഞ്ഞ ഈ ഒരു അഭിപ്രായത്തോട് ഞാൻ 100% യോജിക്കുന്നു. പക്ഷെ മേയറുടെ ഈ പ്രവൃത്തിയോട് 100% വിയോജിക്കുന്നു. അവിടെ എന്തൊക്കെയോ പ്രമേയങ്ങൾ പാസ്സാക്കിയെന്ന് പറയുന്നുണ്ട്, കാര്യമൊക്കെ ശരി. പക്ഷെ ഈ പറഞ്ഞ പ്രശ്നം, ഈ വെള്ളക്കെട്ടിന്റെ പ്രശ്നം പരിഹരിക്കാതെ മേയർ എന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്.